പാത്രം കഴിയണ ഈ ഒരു സോപ്പിലാണോ അത് അടുപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു ചാരത്തിലാണോ ഏറ്റവും നന്നായിട്ട് പാത്രം വൃത്തിയാവുന്നുണ്ട് ഞാൻ നോക്കാൻ പോണത്. അതിനുവേണ്ടി അമ്മമ്മ പാത്രം കഴിയാൻ വേണ്ടി മാറ്റി വെച്ച ചാരമാണ്, അത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ശേഷം നേരെ കടയിൽ പോയിട്ട് ഒരു പാത്രം കൊണ്ട് സോപ്പും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ പണി തുടങ്ങാട്ടോ. ഇനി ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കാൻ പോണത് അമ്മന്നാൾ പഠിച്ച കാപ്പിച്ചട്ടിയിലാണ്. ഇതിലെങ്ങാനും ഒരു ഓട്ട വീണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുഖത്ത് ഈ പാത്രം ഇരിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ വിശാലമായിട്ട് നീണ്ടു നടക്കണം ഈ ഒരു പാടത്തേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ പാത്രം കഴിഞ്ഞ് നല്ലപോലെ വെള്ളമുണ്ട്. പിന്നെ പാത്രം എങ്ങാനും കേടുവെന്ന് പറഞ്ഞാൽ അമ്മ അറിയാനും പോകണില്ല. ആദ്യം തന്നെ കാപ്പിച്ചട്ടി നല്ലപോലെ ഞാൻ കഴിയിട്ടുണ്ട്. കാരണം ഞാനായിട്ട് കരിയാക്കിയതല്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് കഴുകി കഴിഞ്ഞ ശേഷം ഈ ഒരു ടേപ്പ് എടുത്തതിന് നടുക്കി കൂടെ ചുറ്റാം. കാരണം രണ്ടും കൂടി കലരാൻ പറ്റല്ലോ. ഇനി നമ്മൾ ആദ്യം തന്നെ പരീക്ഷ നോക്കാൻ പോകുന്നത് ഈ ഒരു സോപ്പിലാണ്. ഇനി നല്ലപോലെ ഉരച്ചു കഴിയാൻ വേണ്ടിയിട്ട് ആ തെങ്ങിന്റെ യോട് നല്ലൊരു ചകിരി കൂടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ചകിരിക്ക് നമ്മുടെ സോപ്പ് നല്ലപോലെ ഉരച്ചെടുത്തതിന് ശേഷം നമ്മുടെ കാപ്പിച്ചട്ടിന്റെ ഒരു സൈഡിൽ ടേപ്പ് പിടിച്ചില്ല, ആ ഒരു സൈഡിൽ മാത്രം നമ്മുടെ സോപ്പ് ഇട്ട് നല്ലപോലെ ഈ കാണുന്നവരെ ഉരച്ചു കൊടുക്കുന്നുണ്ട്. സോപ്പും കൊണ്ട് നമ്മുടെ പാത്രം നല്ലപോലെ ഉരച്ച് കഴിയുന്ന ശേഷം ഇത്രയ്ക്ക് നമുക്ക് വൃത്തിയായി കിട്ടിയിട്ടാ. ഇനി നേരെ അമ്മമ്മന്റെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന ചാരം കൊടുക്കുക. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ചകിരിയിൽ മുക്കി എടുത്തതിന് ശേഷം കാപ്പിച്ചട്ടിന്റെ വേറൊരു സൈഡിൽ ടേപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ നല്ലപോലെ ഇങ്ങനെ ഉരച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സൈഡ് നല്ലപോലെ ഉരച്ചതിന് ശേഷം വെള്ളത്തിൽ മുക്കി നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്കും. കടയിൽ നിന്ന് വാങ്ങിയ സോപ്പിനെയും കാട്ടി നല്ലപോലെ വൃത്തിയായിരിക്കുന്നത് അമ്മമ്മന്റെ അടിച്ചു മാറ്റിയ ചാരം കൊണ്ട് കഴിയപ്പോഴാണ്. അപ്പൊ ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ചാരം കൊണ്ട് പാത്രം കഴിയണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കമന്റിലൂടെ പറയണം കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈ പാത്രത്തെ ഓട്ടയൊന്നും വീണില്ല എന്നുള്ള സമാനത്തോടെ ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്.